ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസ ഷാൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ അരി അരക്കണ്ട കുതിർക്കണ്ട ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ നെയ്പ്പത്തൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതും ഞാൻ അരി പൊടി വെച്ചിട്ടോ അരിപ്പൊടി വെച്ചിട്ടോ ഒന്നുമല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന ഈ ഒരു പുട്ടുപൊടി വെച്ചിട്ടാണ് ഇവിടെ നെയ്പ്പത്തൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതാ ഈ ഒരു നെയ്പ്പത്തൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുട്ടുപൊടി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലൊരു 4 കപ്പോളം പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തിളച്ച വെള്ളമാണ്. നല്ലോണം തിളപ്പിച്ച വെള്ളം വേണം കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ നമ്മൾ തിളപ്പിക്കുമ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത്. ഇനി ഈ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പുട്ടുപൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ഫുള്ളായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ സാധാരണ രീതിയിൽ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കൂലേ, അപ്പോൾ ആ ഒരു രീതിക്ക് വേണം ഇതിലിങ്ങനെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് വേണം ഈ ഒരു പൊടി ഇതുപോലെ ഒന്നിങ്ങനെ പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും ചെയ്യും. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇനി വെള്ളം ആവശ്യമാണോ ഇനി വെള്ളം മതിയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇത് കുഴച്ചെടുക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. നമുക്ക് മിക്സിയിൽ ചെറിയ ജാറാണ് ആവശ്യമായിട്ട് അതിലേക്ക് 1 കപ്പോളം തേങ്ങ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ. ഇത് ഒരുപാട് അങ്ങ് അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഇതുപോലെ ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പുട്ടുപൊടി എടുത്ത ടൈം ഉണ്ടല്ലോ, അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മിക്സ് ചേർത്തിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താലും മതി കേട്ടോ. അതൊക്കെ നമ്മളിഷ്ടമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഈസി എന്ന് വെച്ചാൽ നമ്മുടെ ടൈമിനനുസരിച്ച് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒന്ന് വെച്ച് കൊടുത്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളം കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ തന്നെ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ. ഇത് പിന്നെ പരത്തുന്ന ടൈമിൽ ഒരുപാട് തിന്നായിട്ട് പരത്താതെ ഒന്ന് കുറച്ച് കട്ടിയിൽ വേണമെന്ന് പരത്തിയെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളിതൊന്ന് ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് പൊള്ളച്ച് വരുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പത്തിരിയൊക്കെ പരത്തുന്ന പ്രസ്സിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കണം. ഞാനിത് 2 രീതിയിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയും ഞാൻ പരത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രസ്സിലും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ടെങ്കിൽ മാത്രമേ നമുക്കിത് പൊള്ളച്ച് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ, എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ചൂടായിട്ട് വേണം ഈ ഒരു പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒരു നമുക്ക് ഈ ചട്ടയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് പൊള്ളച്ച് വരും. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ നല്ലോണം ചിലർ നല്ല ഗോൾഡൻ കളറാക്കി ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തുനിന്ന് ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ ഇതാ നമ്മുടെ നെയ്പ്പത്തിൽ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നല്ല ക്രിസ്പി, അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നെയ്പ്പത്തലിൻ്റെ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ പുട്ടുപൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് നെയ്പ്പത്തൽ അത് ആ ഒരു പൊടി വെച്ച് ഉണ്ടാക്കി നോക്കട്ടെ. എനിക്ക് തോന്നുന്നു നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ട് നെയ്പ്പത്തൽ ഉണ്ടാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിലും ഒന്നുകൂടി ബെറ്ററായിട്ട് തോന്നിയത് എനിക്കിതാ ഇതുപോലെ പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.